CBSE 12ാം ക്ലാസ് മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക പ്രശ്നങ്ങളും രാഷ്ട്രീയവാദങ്ങളും ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ സമ്മർദ്ദത്തിലാകുന്ന പാവം കുട്ടികളാണ്. തുടർ പഠനം പോലും അനിശ്ചിതത്വത്തിലാകുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. കൊച്ചി സ്വദേശിനിയായ ഒരു വിദ്യാർത്ഥിനിയാണ് അന്ന ഇതിനെക്കുറിച്ച് നമ്മോട് പ്രതികരിച്ചു. CBSE മൂല്യനിർണ്ണയത്തിൽ വന്ന അപാകതകളും അതിനുശേഷം വന്നിട്ടുള്ള വാല്യുവേഷൻ സമയത്തുണ്ടായ പ്രശ്നങ്ങളും അതിനൊന്നും വലിയ തരത്തിലുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന സമയങ്ങളിൽ പോലും ആ ഒരു പ്രശ്നങ്ങൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം വിദ്യാർത്ഥികൾ തന്നെ തുറന്നു പറയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് +2 വിദ്യാർത്ഥിയായിട്ട് അതിന്റെ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് നിൽക്കുന്ന അന്നയുടെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അന്നയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ശരിക്കും ഈ എക്സാമിന്റെ ഒരു ഫലം കയ്യിലേക്ക് കിട്ടിയപ്പോൾ പ്രതീക്ഷിച്ചിരുന്നതാണോ വന്നത്? ആക്ച്വലി ഞാനൊരു നല്ല ലെവൽ പ്രിപ്പറേഷൻ തന്നെ ചെയ്തിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാനൊരു മാക്സിമം എയിം ചെയ്തായിരുന്നു. പക്ഷെ എൻ്റെ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ ഞാൻ വിചാരിച്ച അത്രയും മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം. ഞാൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ഓൺ പോയിന്റ്സ് പോലത്തെ എഴുതാൻ പറ്റുന്ന ഇതിലൊക്കെ കറക്ഷൻ ഭയങ്കര എന്റെ സ്കൂൾ ടീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ ദേവർ മാർക്ക് കിട്ടും. പക്ഷെ മാർക്ക് വന്നതിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. നമുക്ക് എല്ലാ മിനിറ്റും CBSE ഇങ്ങനെ ഒരു മറ്റേ സർക്കുലർ തരും, ഇത് ശരിയായത് ഫിക്സ് ആയി. പക്ഷെ നെക്സ്റ്റ് മൊമെന്റ് വി ടേക്ക് ഇറ്റ്, വീണ്ടും ഒരു എറർ, ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ എറർ. ഇപ്പൊ ഫ്യൂ മിനിറ്റ്സ് മുമ്പ് വരെ ഞാൻ സൈൻ അപ്പ് ചെയ്യാൻ നോക്കി, അപ്പോഴേക്കും പുതിയൊരു ഇന്റർഫേസ്, ഞാൻ പേപ്പർ എടുത്ത അല്ലാത്ത ഒരു പുതിയ ഇന്റർഫേസ്. എന്നിട്ട് അത് ഞാൻ നോക്കുമ്പോഴേക്കും എന്റെ ആധാർ നമ്പർ ഇല്ല, അങ്ങനെ ഓരോ ഇത് വന്നോണ്ട് ഇപ്പൊ സൈൻ ഇൻ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഞാൻ റീവാലുവേഷൻ വേണ്ടി ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഒരു 5-6 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് തന്നത്. അപ്പൊ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു, കാരണം അപ്പയ്ക്കും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞ ഇന്നൊരു ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു മുമ്പിൽ എനിക്ക് പേപ്പർ കിട്ടിയിട്ടില്ല തിരിച്ച് റീവാലുവേഷൻ കൊടുക്കാൻ. പിന്നെ അവർ പറയും ഇത്ര ദിവസത്തേക്ക് ഇല്ല, പിന്നെ June 1 തുടങ്ങും. June 1 തുടങ്ങുമ്പോൾ പുതിയൊരു എറർ. ഇങ്ങനെ ഇതൊരു നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും മാറ്റങ്ങൾ വരണം. പ്രശ്നങ്ങളൊക്കെ അതിവേഗത്തിൽ പരിഹരിച്ച് കുട്ടികൾക്ക് അടുത്ത ചുവട് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് അന്നയെ പോലെയുള്ള കുട്ടികൾ എല്ലാവരും ഉള്ളത്. കൊച്ചിയിൽ നിന്നും സജീവ് കാഞ്ഞിരംകുളത്തിനൊപ്പം അൻമരിയ സണി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.